ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പത്തിൻ്റെ കൂടെയും പൊറാട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കുള്ള മുട്ടയൊന്ന് ഫ്രൈ ചെയ്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികളെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. 3 മുട്ട 2ആയിട്ട് കട്ട് ചെയ്തതാണ്. അത് ഇതുപോലെ മസാലപ്പൊടിയിലേക്ക് വെച്ചെടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട ഫ്രൈ ചെയ്ത് കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മളെ കറിക്ക്. അതിൻ്റെ പേരിലാണ് മുട്ട ഫ്രൈ ചെയ്യുന്നത്. മുട്ട മസാലയിലേക്ക് ചേർത്ത ഉടനെ തന്നെ മറിച്ചിടരുത്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വേണം മറിച്ചിടാൻ. മസാലയിൽ മുട്ട നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഏകദേശം 1/2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിനുള്ളിലെ മഞ്ഞക്കുരു ഇളകി പോവാതെ മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ വൈറ്റ് സൈഡും കൂടെ ഫ്രൈ ആയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ കടുകും 1/4 സ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ 1 സ്പൂൺ ഇഞ്ചി, ചെറുതായി അരിഞ്ഞ 1 സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. മീഡിയം സൈസ് 2 സവാള ചെറുതായി കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഗോൾഡൻ നിറാവണത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളിയുടെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറച്ചൊക്കെ ചെയ്യാം. അധികം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉള്ളി എടുത്താൽ മതി. ഉള്ളി ചെറുതായിട്ട് ഗോൾഡൻ നിറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടെടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഉള്ളി നല്ല ഗോൾഡൻ നിറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് അത്യാവശ്യം എരിവുള്ള കറിയാണ്. നിങ്ങൾക്ക് ഇതിനേക്കാൾ അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി അധികം ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് 2 തക്കാളി മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അധികം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ഉള്ളിയും തക്കാളിയും മസാലയൊക്കെ വേവാണ്ടിട്ട് കുറച്ച് സമയം മൂടി വെക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ മതി. 1 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഈ മുട്ടകളൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഗ്രേവിയൊക്കെ ഇതിൻ്റെ മുകൾക്കൊന്ന് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് കറി ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര കട്ടിയാണ് വേണ്ടത് അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഇതിലെ എരിവും ഉപ്പൊക്കെ നോക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയിൽ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. അസ്സലാമു അലൈക്കും.